ഇസ്രായേൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പാവങ്ങളെ കൂട്ടക്കുരുതി ചെയ്യുന്ന ഇസ്രായേലിന് എല്ലാ ഭാഗത്തു നിന്നും വിലക്ക് വരികയാണ്. ഇസ്രായേലിൽ നിന്നുള്ളതും ഇസ്രായേൽ ഉടമകളുടേതുമായ എല്ലാ കപ്പലുകൾക്കും വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലേഷ്യ. മനുഷ്യത്വം മരവിച്ച ഇസ്രായേലിന് മാപ്പില്ല എന്നതാണ് മലേഷ്യയിൽ മുഴങ്ങിക്കേൾക്കുന്ന മുദ്രാവാക്യം. അതുകൊണ്ട് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് എല്ലാം വിലക്ക് പ്രഖ്യാപിച്ചതായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം വ്യക്തമാക്കി. പാലസ്തീൻ ജനതയോട് മാനുഷിക സമീപനം കാണിക്കുന്നില്ല എന്ന് വിശദമാക്കിക്കൊണ്ടാണ് മലേഷ്യയുടെ ഈ നടപടി. ഗാസയിലെ മരണസംഖ്യ ദിവസം തോറും യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത രീതിയിൽ വർദ്ധിക്കുകയും പാലസ്തീനെ പിന്തുണച്ച് രാജ്യത്ത് പ്രതിഷേധങ്ങൾ പതിവാവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് മലേഷ്യ നടപടി കടുപ്പിച്ചത്. തീവ്രവാദത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നു എന്നതൊന്നും മലേഷ്യക്ക് വിഷയമല്ല. അവരുടെ ഒറ്റ നിലപാടെന്ന് പറയുന്നത് പാലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന കണ്ണിൽ ചോരയില്ലാത്ത കൂട്ടക്കുരുതിയാണ്. ഒക്ടോബറിൽ തന്നെ പാലസ്തീനിൽ ഗാസയിലെ ഇസ്രായേൽ നടപടി ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ മലേഷ്യയിൽ പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ തുടങ്ങിയിരുന്നു. അത് അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു വരുന്നത് നമ്മൾ കണ്ടു. പലസ്തീനിയൻ ജനതയോടുള്ള ക്രൂരതയാണ് നിലവിലെ കൂട്ടക്കുരുതി എന്നാണ് പ്രഖ്യാപനം അറിയിച്ചുകൊണ്ട് മലേഷ്യൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഒക്ടോബർ 6-ാം തീയതി നടന്ന ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ അൻവറിനെതിരെ രാഷ്ട്രീയ സമ്മർദ്ദവും നാട്ടിൽ നിന്ന് വർദ്ധിച്ചിരുന്നു. ഇസ്രായേലിനെതിരെയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയിലെ നേതാക്കന്മാർക്കെതിരെയും ശക്തമായി തുറന്ന് സംസാരിക്കുന്ന ലോകത്തിലെ തന്നെ വളരെ ചുരുക്കം നേതാക്കന്മാരിൽ ഒരാളാണ് മലേഷ്യയുടെ പ്രധാനമന്ത്രി. പക്ഷെ എത്ര ഉച്ചത്തിൽ സംസാരിച്ചു നോക്കിയിട്ടും പിന്മാറാൻ ഇസ്രായേൽ തയ്യാറാകാത്തതോടെയാണ് ഇസ്രായേൽ കപ്പലിന് മലേഷ്യ പൂട്ടിട്ടത്. ഇസ്രായേലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ കപ്പലുകളെ 2005 മുതൽ മലേഷ്യൻ തുറമുഖത്ത് അനുവദിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ ക്യാബിനറ്റിന്റെ ഈ തീരുമാനം റദ്ദാക്കുന്നതായാണ് പ്രധാനമന്ത്രി അൻവർ വിശദമാക്കിയത്. മാത്രമല്ല, കപ്പലുകളിൽ ഇസ്രായേൽ പതാകകൾ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. അങ്ങനെ ലോകത്ത് ഇസ്രായേലിന്റെ മുൻവൈരാഗികൾ മാത്രമല്ല, ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിയുകയാണ്. കൂട്ടക്കുരുതികളുടെ ശാപവും പേറി ഒറ്റപ്പെടുകയാണ് ലോകത്ത് ഇസ്രായേൽ.